എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എങ്ങനെ ഡെവലപ്പാക്കാം, എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കോവിഡ്-19 വന്നതിന് ശേഷം എല്ലാവരുടെയും ഇമ്മ്യൂണിറ്റി പവർ വളരെയധികം കുറയുകയും പലതരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനും പലതരത്തിലുള്ള വേരിയൻസും ഒക്കെ വന്നിട്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കുട്ടികൾക്കായാലും ശരി തന്നെ, മുതിർന്നവർക്കായാലും ശരി തന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസാണ് ബോഡിയിൽ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മെയിൻ റീസൺ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലോ ആവുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. പണ്ട് കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മളെല്ലാം ഇതുപോലെ പുറത്ത് പോകുമ്പോൾ മാസ്ക് വയ്ക്കും, പ്രോപ്പറായിട്ട് സോപ്പിട്ട് കൈ വാഷ് ചെയ്യും. ഇപ്പോൾ അതൊന്ന് കെട്ടടങ്ങിയപ്പോൾ നമ്മളെല്ലാം അതങ്ങ് മറന്നു. സോ നമ്മളിപ്പോഴും നമ്മളൊരു പബ്ലിക് പ്ലേസിലേക്ക് പോകുമ്പോൾ കൈ നല്ലോണം പോയിട്ട് വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ മാറ്റി കൈയും കാലും ഒക്കെ നല്ലോണം സോപ്പിട്ട് വാഷ് ചെയ്യുക, പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കുക. ഇത്തരം ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ടും ഹൈജീനിക് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡെയിലി കുളിക്കുക, വൃത്തിയായിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് ഹാൻഡ് വാഷ് ചെയ്യുക. ഇത്തരത്തിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫുഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഫുഡിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻസും മിനറൽസും, ധാരാളം വൈറ്റമിൻസും മിനറൽസും ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അത് ഏതൊക്കെ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ, വിറ്റമിൻ B6, സിങ്ക്, സെലീനിയം എന്നുള്ള മിനറൽസ്. ഇത്തരം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം നമുക്കൊന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബാക്ടീരിയോ വൈറസോ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ബോൺ മാരോയിൽ നിന്നും ധാരാളം WBC സെൽസ് ഉൽപ്പാദിപ്പിക്കുകയും നമ്മളുടെ ആ ഒരു ഫോറിൻ മെറ്റീരിയലിനെതിരെ അറ്റാക്ക് ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സാധിക്കും. അത് നമ്മളുടെ ബോഡിയിൽ തന്നെ നമ്മളുടെ ഒരു ഫോറിൻ ബോഡി കടക്കുമ്പോൾ അതിനെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരിത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ WBC സെൽസ്, ESR ഒക്കെ ഒത്തിരി കൂടിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ നമ്മളുടെ ശരീരത്തിൽ ഒരു ഇൻഫെക്ഷൻ നടക്കുന്നു എന്നാണ് അതിനർത്ഥം. WBC തന്നെ നമ്മൾ 5 തരത്തിലുണ്ട്: ന്യൂട്രോഫിൽസ്, ലിംഫോസൈറ്റ്സ്, ഈസ്നോഫിൽസ്, ബേസോഫിൽ, മോണോസൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുതന്നെ അല്ലെങ്കിൽ ന്യൂട്രോഫിൽസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണുള്ളത്. അതുപോലെ തന്നെ ഇസ്നോഫിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് ഇത് കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലിംഫോസൈറ്റ്സ് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ആ ലിംഫോസൈറ്റ്സ് കൗണ്ട് വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ ESR, എർത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്, ഇൻഫ്ലമേഷനുള്ള ശരീരത്ത് വളരെയധികം ഹൈ ആയിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ലോ ആകുമ്പോൾ തന്നെ അതിനൊരു സിംറ്റംസ് ബോഡി കാണിക്കുന്നത് വെച്ചാൽ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പം കോൾഡ് ആയാലും ശരി, ഫ്ലൂ ആയാലും ശരി, ചുമയായാലും ശരി, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട്, എന്ത് ഇൻഫെക്ഷൻ ആയാലും ശരി, എന്തെങ്കിലും തരത്തിലൊരു ബാക്ടീരിയലോ വൈറസോ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും റെക്കറൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ വൂൺസ് ഒന്നും ഹീൽ ചെയ്യാനായിട്ട് സമയമെടുക്കും, വളരെ ഡ്യൂറേഷൻ കൂടുതലെടുക്കും വൂൺസ് ഹീലിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഫീവർ, ബോഡി പെയിൻ, ജോയിൻറ്റ് പെയിൻ, അത്തരത്തിലുള്ള ഡിസീസസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തുടങ്ങും. അപ്പം നമ്മുടെ ഫുഡിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം എന്ന് പറയുമ്പോൾ, നമുക്ക് വെജിറ്റബിൾസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള സ്പിനാച്ച്, വേറെ എല്ലാ ലീഫി വെജിറ്റബിൾസും ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൂട്ടുന്നുണ്ട്. അതുതന്നെ ക്യാരറ്റ്, ടൊമാറ്റോ, മഷ്റൂം, സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ ഗാർലിക്ക്, ജിഞ്ചർ, ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഏതൊക്കെ ഫ്രൂട്ട്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കിവി, ആപ്പിൾ, ഓറഞ്ച്, നമ്മളുടെ ലെമൺ, വാട്ടർമെലൺ, പപ്പായ, ഇതുപോലത്തെ എല്ലാ ഫ്രൂട്ട്സും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ വിറ്റാമിൻ A റിച്ച് ആയിട്ടുള്ള ഇത്തരം വെജിറ്റബിൾസ് എല്ലാം തന്നെ വിറ്റാമിൻ A റിച്ചാണ്. ഡയറി പ്രോഡക്ട്സ് അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാം. വിറ്റാമിൻ Dയിൽ ഏതാണ് കൂടുതലുള്ളത്? സീ ഫുഡായിട്ടുള്ള നമ്മളുടെ സാൽമൺ, മാക്രൽ, സാർഡൈൻസ്, ഇതുപോലത്തുള്ള ഫിഷിലെല്ലാം തന്നെ ഓയിലി ഫിഷസിലെല്ലാം തന്നെ വിറ്റാമിൻ D റിച്ചാണ്. ഡയറി പ്രോഡക്ട്സ്
എല്ലാ ഡയറി പ്രോഡക്ട്സും മിൽക്ക് പ്രോഡക്ട്സ്, ചീസ് എല്ലാം, ഗീയിൽ വളരെയധികം വിറ്റമിൻ ഡി ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസും വൈറ്റമിൻ ഡി റിച്ച് ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ ചില മിനറൽസ്, സെലീനിയം എന്നുള്ള മിനറൽസ് നമ്മുടെ സീ ഫുഡിൽ തന്നെ, ഷെൽ സീ ഫുഡിൽ, അതായത് ഓയിസ്റ്റർ, കക്ക ഇറച്ചി അതൊക്കെ ഇല്ലേ, അതുപോലുള്ള ഷെല്ലായിട്ടുള്ള സീ ഫുഡിൽ സിങ്ക് സെലീനിയം പോലത്തെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം ഉണ്ട് കേട്ടോ. അതുപോലെ ഡയറി പ്രൊഡക്ട്സും, മിൽക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ, ചീസ്, ബട്ടർ, അതുപോലെ യോഗേർട്ട്, ഇതിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ വളരെയധികം റിച്ചാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് വളരെയധികം ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഏറ്റവും അധികം വിറ്റമിൻ സിയിലാണ് ഏറ്റവും അധികം ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ ഏറ്റവും കൂടുതലുള്ളത് വിറ്റാമിൻ സിയിലാണ്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ സി ഇൻടേക്ക് ചെയ്ത് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നു. അതായത് ലെമൺ, പൈനാപ്പിൾ, ഗ്രേപ്സ്, അത്തരത്തിലുള്ള സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലെല്ലാം, സിട്രസ് ആയിട്ടുള്ള ഇതിലെല്ലാം തന്നെ വൈറ്റമിൻ സി വളരെയധികം റിച്ചാണ്. പിന്നെ ഏറ്റവും വലിയ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളൊരു സാധനം കൂടെയുണ്ട്, അമ്ല, നമ്മുടെ ഗൂസ്ബെറി. അത് ഡെയിലി ഒരു ഗൂസ്ബെറി നമ്മൾ കഴിക്കുന്നത് വഴി നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ. അതുപോലെ തന്നെ അതിൽ അയൺ കണ്ടൻറ്റും ഒക്കെ ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഡെയിലി ഒരു അമ്ല അല്ലെങ്കിൽ ഒരു ഗൂസ്ബെറി നമ്മളുടെ ഇൻടേക്ക് ചെയ്യുന്നത് വഴി നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ, അതായത് നമ്മളുടെ കാഷ്യൂ, ഡേറ്റ്സ്, റേസിൻസ്, അതും അത്തരത്തിലുള്ള സീഡ്സിന് പംകിൻ സീഡ്സ് കേട്ടോ, പംകിൻ സീഡ്സ്, കാഷ്യൂ, ഇതിലൊക്കെ ഈ സീഡ്സുകളൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഉള്ളിൽ കഴിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഡിക്കോക്ഷൻ പോലെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ, ഇൻടേക്ക് എടുക്കാവുന്നതാണ്. നമുക്കൊരു വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ നമുക്കതിൽ സ്പൈസസ് ആയിട്ടുള്ള ടേമറിക് ഇടാം. ടേമറിക് റിച്ച് സോഴ്സ് ഓഫ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടേമറിക് യൂസ് ചെയ്യാം. ജിഞ്ചർ, ഗാർലിക്കൊക്കെ നമുക്ക് ജിഞ്ചറൊക്കെ ഇട്ട് നമുക്ക് വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ലെമൺ ഒഴിച്ച് വെള്ളം കുടിക്കാം. അമ്ല ജ്യൂസാക്കി കുടിക്കാം. ക്യാരറ്റ് ജ്യൂസായിട്ട് കുടിക്കാം. പപ്പായ, അത് റിച്ച് സോഴ്സാണ്, അത് പപ്പായ ജ്യൂസായിട്ട് നമുക്ക് ഇൻടേക്ക് ചെയ്യാം. നമ്മളുടെ തുളസി ഇലയില്ലേ, അതും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. അപ്പം തുളസി ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കുന്നത് വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഇത്തരത്തിലുള്ള നമ്മളുടെ പിന്നെ നമ്മളെ സ്പൈസസ് ആയിട്ടുള്ള കറുവപ്പട്ട, ക്ലോവ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമുക്ക് ക്ലോവ് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും അതും നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിക്കോക്ഷനൊക്കെ നമ്മൾ ഒരു കരിപ്പട്ടി കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ കരിപ്പട്ടി, ചുക്ക്, അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുപോയി, പെപ്പർ, അതും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട്. പച്ചക്കുരുമുളകാണ് ഏറ്റവും നല്ലത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ. അപ്പോൾ നമുക്ക് ഈ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പെപ്പർ, ഇതുപോലെ ഇടുന്നുള്ള മഞ്ഞൾ, ചുക്ക്, നമ്മുടെ എന്താ പറയുക, ലെമൺ, ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ഒരു ക്ലോവൊക്കെ ഇട്ട് നമുക്ക് ആ ഒരു ഡിക്കോക്ഷനൊക്കെ അങ്ങനെയും കുടിക്കാം. അതുപോലെ ഗ്രീൻ ടീ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സിയും നമ്മളുടെ ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ഉള്ളതാണ്. ഗ്രീൻ ടീ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിക്കോക്ഷനൊക്കെ തന്നെ നമുക്ക് വെള്ളം രൂപത്തിൽ നമുക്ക് ഇൻടേക്ക് ചെയ്യുന്ന വഴി നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇത്തരത്തിലുള്ള വെള്ളം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ദിവസം നമ്മളൊരു അമ്ല കഴിച്ചാലും നമുക്കത് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ നമ്മളുടെ ഡെയിലി ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുകയും നമ്മളുടെ ഈ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെ കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.